എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് കേരള ബാങ്ക്, സൂപ്രണ്ട് GCI ഇതിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ ഡേറ്റ് പ്രൊഫൈലിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇൻ്റർവ്യൂ ഉള്ള ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ റാങ്ക് ലിസ്റ്റിൽ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് പറയാം. 20 മാർക്കിനായിരിക്കും ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നോ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് മാർക്ക് വരിക. കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഡിക്റ്റേഷൻ ടെസ്റ്റ് ഉണ്ടാവും. ആ ഡിക്റ്റേഷൻ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ ഡിക്റ്റേഷൻ ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഇൻ്റർവ്യൂവിൽ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് GCI സൂപ്രണ്ടിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങളെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് മാർക്ക് വരുന്നത്. ഇൻ്റർവ്യൂ ബോർഡിൽ PSC ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ ഏത് പോസ്റ്റാണോ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നത് ആ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എന്തായാലും 2ൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ മൊത്തത്തിലാണ് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ വരുന്ന അപ്പിയറൻസ് ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ഉള്ള ഡ്രസ്സിങ് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ നിങ്ങളുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ ഡ്രസ്സിങ് എന്ന് പറയുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. പിന്നെ അതുപോലെ ഇൻ്റർവ്യൂവിന് കയറുന്ന സമയത്ത് അവിടെയുള്ള മെമ്പേഴ്സിനെ വിഷ് ചെയ്തിട്ട് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാ ഇൻ്റർവ്യൂവിനും ഉള്ളതുപോലെ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്. പിന്നെ ഇതിൽ മെയിനായിട്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഏത് രീതിയിലാണ് നമ്മൾ ഉത്തരം പറയേണ്ടത് എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പം മിക്കവാറും നിങ്ങൾ പോയി അവിടെ ഇരിക്കുമ്പോൾ മിക്കവാറും ഇതിൽ അതായത് നിങ്ങളെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് മലയാളത്തിൽ തന്നെ പറയാം, പ്രശ്നമൊന്നുമില്ല. ഇൻ്റർവ്യൂവിന് അങ്ങനെ ലാംഗ്വേജ് പ്രശ്നമില്ല. നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. നിങ്ങളെക്കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തോന്നും, ചിലപ്പോൾ അത് പ്രിപ്പയർ ചെയ്തിട്ട് പോവാതിരുന്നു കഴിഞ്ഞാൽ അത് അവിടെ പോയി കഴിഞ്ഞാൽ കൊളാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പം മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ മടിയുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കണ്ണാടിയുടെ മുന്നിൽ നിങ്ങളെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ശീലിക്കുക. നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ അതിനുശേഷം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാക്സിമം നല്ല രീതിയിൽ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ പോകുമ്പം ഒരു ബയോഡാറ്റ ഉണ്ടാവും. അതിൽ നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഹോബിയൊക്കെ എഴുതുമ്പം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഉള്ള ഹോബീസ് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വെറുതെ റീഡിംഗ് എന്നോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ അവരതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ വേണ്ടിയിട്ട് കഴിയണം. അപ്പം നിങ്ങൾക്ക് ഉള്ള ജെന്യുവനായിട്ടുള്ള ഹോബീസ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആ ബയോഡാറ്റയിൽ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതായത് സ്വന്തം കാര്യങ്ങൾ അതിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പൂരിപ്പിക്കുക. പിന്നെ ഹോബീൻ്റെ കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിനാണെങ്കിലും സൂപ്രണ്ടിനാണെങ്കിലും ഷോർട്ട് ഹാൻഡ്, ടൈപ്പ് റൈറ്റിംഗ് ഇതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ആ ജോലി ഏത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിനാണെങ്കിലും സൂപ്രണ്ടിനാണെങ്കിലും ആ ഒരു ജോലി സംബന്ധമായ കാര്യങ്ങൾ, അതായത് അവരുടെ വർക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പോകുന്നതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റിൻ്റെ ഒരാഴ്ച മുന്നേ വരെയുള്ള കറണ്ട് അഫെയർസ് നന്നായിട്ട് നോക്കിയിട്ട് പോകുക. അത് പേപ്പർ വായിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫെയർസ് അല്ലാതെ കിട്ടുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, കറണ്ട് അഫെയർസ് അപ്ഡേറ്റ് ആയിരിക്കണം. അവർ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആക്സിഡൻസോ അല്ലെങ്കിൽ മറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കറണ്ട് അഫെയർസ് നന്നായിട്ട് നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യന് ഉത്തരം പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് മറ്റുള്ള ക്വസ്റ്റ്യന് കൂടി ഉത്തരം പറയാതിരിക്കരുത്. മാക്സിമം നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിപ്പോൾ
ഇതിൽ കേരള ബാങ്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ കേരള ബാങ്ക്, പിന്നെ അതുപോലെ തന്നെ സൂപ്രണ്ട് GC ആണെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ആ സൂപ്രണ്ടിൻ്റെ ആ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവനായിട്ട് പഠിച്ചിരിക്കണം. അതായത് അവരുടെ ആ ഒരു, അപ്പോൾ കേരള ബാങ്കിൻ്റെയൊക്കെ ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എങ്കിലും നിങ്ങൾ അത് പഠിച്ചിട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന ജില്ല, അതായത് ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ജില്ലകളിൽ നിന്നായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ജില്ലകളിലെ പ്രത്യേകതകൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്, അതായത് നിങ്ങളുടെ ജില്ലയിലെ എന്തെങ്കിലും കൾച്ചറലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും പ്രത്യേക ഫെസ്റ്റിവൽസ്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള സ്ഥലങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, ടൂറിസ്റ്റ് പ്ലേസുകൾ ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം നോക്കിയിട്ട് പോവാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ലയ്ക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ചിലപ്പോൾ ചിലർ ഓൾറെഡി സർവീസിലുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പോകുമ്പോൾ നിങ്ങൾ ആ സർവീസിൽ നിന്ന് ഇതിലേക്ക് മാറാൻ എന്തായിരിക്കും കാരണം, അതുപോലെ തന്നെ ഈ ജോലി കിട്ടുകയാണെങ്കിൽ വരുമോ, വരാനുള്ള കാരണം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് വേറെ ഏതെങ്കിലും എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാതെ ഈ പോസ്റ്റ് എന്തുകൊണ്ട് ചൂസ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ജെന്യുവൻ ആയിട്ടുള്ള ഒരു റീസൺ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മറുപടി തീർച്ചയായിട്ടും കണ്ടുപിടിച്ചിട്ട് പോവാം. ഓക്കെ, ഇതൊക്കെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കണം എന്നില്ല, അത് ആ ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഇതിനനുസരിച്ചിട്ട് ഇരിക്കും. പിന്നെ അതുപോലെ ഇൻ്റർവ്യൂവിൻ്റെ സമയം തന്നിട്ടുള്ളതിന് ഒരു അരമണിക്കൂർ മുന്നെയെങ്കിലും അവിടെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ മാക്സിമം ചിലപ്പോൾ എല്ലാവർക്കും തിരുവനന്തപുരത്തായിരിക്കും ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ നമ്മളത് തിരുവനന്തപുരത്ത് തന്നെ പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ ദൂരെ നിന്നുള്ള ആൾക്കാർ പോയിട്ട് അവിടെ ഒന്ന് റിഫ്രഷ് ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് റിലാക്സ് ആയിട്ട് മാത്രം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ചിലപ്പോൾ ഉറക്ക ക്ഷീണം ഉണ്ടാവും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ തലേന്ന് തന്നെ പോയി അവിടെ റൂം എടുത്തിട്ട് നല്ലോണം ഒന്ന് കിടന്നുറങ്ങിയതിന് ശേഷം പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ പറ്റാത്തവർ നിങ്ങൾ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ റിഫ്രഷ് ആയിട്ട് പോവുക. പിന്നെ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, ടെൻഷനൊന്നും വേണ്ട. നല്ല രീതിയിൽ എല്ലാവർക്കും ഇൻ്റർവ്യൂ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക. എനിക്ക് അറിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ ഇടുന്നതായിരിക്കും. അല്ലാത്തതാണെങ്കിൽ അറിയുന്നവർ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ.